പൊതിച്ചോറ് ബാനറുകൾ വെച്ച് ഒന്നും കൊടുക്കാൻ പാടില്ല. അവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ, കമ്മ്യൂണിറ്റി ഇതുണ്ടല്ലോ ഭക്ഷണശാല തുടങ്ങിയിട്ട് അതിലൂടെ കൊടുക്കാമെന്നൊക്കെയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ല, ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കമ്മ്യൂണിറ്റി കിച്ചണോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലാത്ത സാഹചര്യത്തിലാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു 61ഓളം ആശുപത്രികളിലായി 40,000-ലധികം പൊതിച്ചോറുകൾ കളക്ട് ചെയ്ത് DYFI വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഭക്ഷണം, ഉച്ചഭക്ഷണം ഇങ്ങനെ ആശുപത്രികളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ പ്രവർത്തനം നിർത്തണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ ആലോചിക്കാം. അതുവരെ ഞങ്ങളത് തുടർന്ന് പോകണം. ഇപ്പോൾ നാളെ കൊടുക്കാനുള്ള പൊതിച്ചോറുകൾ ഇന്നും ഞങ്ങളുടെ സഖാക്കൾ വീടുകളിൽ കയറി ഇങ്ങനെ കളക്ട് ചെയ്ത് അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നാളെ രാവിലെ പോയി കളക്ട് ചെയ്ത് അത് നാളെ ഉച്ചയാകുമ്പോൾ കൊണ്ടു കൊടുക്കും. അതിൽ വേറെ തടസ്സമൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ഈ മുരളീധരൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു കുഞ്ഞു മരിച്ചു. ചികിത്സാ പാളിച്ച കൊണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ ഇപ്പോൾ UDF ഭരണകാലത്ത് എത്ര പേരാ മരണപ്പെടുന്നത്? എന്തൊക്കെ അലംഭാവമാണ്! ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. നല്ല രീതിയിൽ ഭക്ഷണ വിതരണം നടത്തുന്ന DYFIയുടെ ഭക്ഷണം മുടക്കണം. അത് ആളുകൾ വാങ്ങി കഴിക്കരുത്. ഈ 40,000 മനുഷ്യർക്ക് ഒരു ആശ്വാസമായി കിട്ടുന്ന ഈ പൊതിച്ചോറ് മുടക്കിയത് കൊണ്ട് ഈ കെ മുരളീധരന് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. സാക്ഷാൽ രമേശ് ചെന്നിത്തല പോലും മികച്ച പ്രവർത്തനം അത് കണ്ട് മാതൃകയാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞതാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതിയെക്കുറിച്ച്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ സമ്മേളന വേദിയിൽ ഇരിക്കുക. നിരന്തരമായി മറ്റു പല സംഘടനാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ DYFI സഖാക്കൾ. അതിനിടയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഹൃദയപൂർവ്വം പദ്ധതി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4,500-ലധികം ചോറാണ് ഒരു ദിവസം കൊടുക്കുന്നത്. ഇത് നിർത്തണം എന്നാണോ കെ മുരളീധരൻ പറയുന്നത്? അത് പറ്റില്ല, ഞങ്ങൾ അവിടെ ഗവൺമെൻറ് ചോറ് കൊടുക്കുന്നു എന്ന് പറയട്ടെ. നിങ്ങളുടെ ചോറ് വേണ്ട, ഗവൺമെൻറ് ചോറ് കൊടുത്തോട്ടെ. ആർക്കാ തടസ്സം? അതില്ലാത്ത സാഹചര്യത്തിലാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ഭക്ഷണം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കരുത്. ഭക്ഷണം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് കെ മുരളീധരനും ബുദ്ധിമുട്ടാവും. ഭക്ഷണം ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഇതങ്ങ് DYFI കൊടുക്കുന്ന പൊതിച്ചോറ് എന്തോ രാഷ്ട്രീയ വിരോധം കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു വന്ന് അങ്ങ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പകരം സംവിധാനം എന്ത്? അത് പറയണം. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ കൊടിയാണോ ഇദ്ദേഹത്തിന് അലർജി? ഞങ്ങളിങ്ങനെ കൊടി വെച്ചും ഞങ്ങളുടെ ബാനർ വെച്ചും ഒക്കെ തന്നെയല്ലേ സംഘടനാ പ്രവർത്തനം നടത്തുക. എല്ലാവരും അങ്ങനെയല്ലേ നടത്തുക. യൂത്ത് കോൺഗ്രസോ മറ്റേതെങ്കിലും സംഘടനയോ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സംഘടനകൾ അവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തോട്ടെ. അതിനാർക്കാ തർക്കം? അവർ ചെയ്യുന്നൊരു പ്രവർത്തനമല്ലേ, അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ അവിടെ വന്ന് പൊതിച്ചോറ് അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചോറ് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടോ? കൊടുക്കാതിരിക്കുന്നുണ്ടോ ഞങ്ങൾ? ഇല്ലല്ലോ. അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കല്ലേ. മനുഷ്യന്മാരല്ലേ ഇത് വാങ്ങിപ്പോകുന്നത്. എന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം കണ്ടൊരു വിരോധം മൂത്ത് ഇടപെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വരുന്ന ആളുകളിൽ കെ മുരളീധരൻ കൂടുതൽ വ്യക്തമാക്കുമെന്ന് കരുതുന്നു. ഈ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ വരുന്ന സാഹചര്യത്തിൽ അന്ന് നമ്മുടെ നിലപാട് പറയാം.